പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പാർലമെന്ററി കാര്യമന്ത്രി എം.ബി. രാജേഷും നിരന്തരം ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ കാണാനായത്. സതീശൻ, എം.ബി. രാജേഷ് പോരായിരുന്നു ഈ സമ്മേളന കാലയളവിലെ സഭാതലത്തിലെ പ്രധാന രാഷ്ട്രീയ കാഴ്ചയും. അതേസമയത്ത് തന്നെ സ്പീക്കർ പല സമയത്തും ഇക്കാര്യത്തിൽ നിസ്സഹായനായി മാറുന്നതും ഈ നിയമസഭാ സമ്മേളനത്തിൽ കാണാനിടയായി. ഇന്നും ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു. അതിലേക്ക് ഭരണപ്രതിപക്ഷ ബെഞ്ചുകൾക്കിടയിലെ പാലമായി നിന്ന് സഭാ നടത്തിപ്പ് സുഗമമാക്കുക, ഇതാണ് നിയമസഭയിൽ പാർലമെന്ററി കാര്യമന്ത്രിയുടെ പ്രധാന റോൾ. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യങ്ങളിലൊന്നായ കെ രാധാകൃഷ്ണനായിരുന്നു ഈ സമ്മേളന കാലത്തിന്റെ തുടക്കം വരെ പാർലമെന്ററി കാര്യമന്ത്രി. അപൂർവ അവസരങ്ങളിലൊഴികെ ഫ്ലോറിൽ അനാവശ്യ ഇടപെടൽ നടത്താതെയും പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കാതെയും മുന്നോട്ടുപോയ ശൈലിക്കുടമ. പകരക്കാരനായി എം.ബി. രാജേഷ് വന്നതോടെ ഭരണപക്ഷത്തെ ഫ്ലോർ മാനേജ്മെന്റ് ശൈലി തന്നെ മാറി. ട്രഷറി ബെഞ്ച് കൂടുതൽ ചടുലമായി. പ്രതിപക്ഷ നീക്കങ്ങളെ ചട്ടങ്ങൾ കൊണ്ടും രാഷ്ട്രീയ മുനവച്ച് കുത്തിനോവിച്ചും എം.ബി. രാജേഷിന്റെ നിരന്തര ഇടപെടലുകൾ. രാജേഷിന്റെ വിമർശന സ്വരങ്ങൾ ഏറെയും തറച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനിലായിരുന്നു. ജനാധിപത്യപരവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു സംവാദത്തിന്റെ അന്തരീക്ഷം സഭയിൽ ഉണ്ടാക്കാൻ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. പരിഹാസം, പുച്ഛം, ധാർഷ്ട്യം ഇതൊക്കെ അദ്ദേഹവും ഒന്ന് സ്വയം വിലയിരുത്തുന്നതും തിരുത്തുന്നതും നല്ലതാണ്. തിരുത്തുന്നത് എല്ലാവർക്കും ഗുണമാണല്ലോ സർ. അദ്ദേഹവും അത് തയ്യാറാവേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അദ്ദേഹം ഇരിക്കെ പറയണമെന്നാണ് ആഗ്രഹിച്ചത്. വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതോടെ സഭാതലം കലുഷിതമായി. മന്ത്രി വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാതി. ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് ധിക്കാരം, ധാർഷ്ട്യം, പുച്ഛം, അപഹസിക്കൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് എനിക്ക് ചേരുന്നതല്ല, അത് ആർക്കാണ് ചേരുന്നതെന്ന് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആ ചാപ്പ എന്റെ മീതെ കുത്തണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അവിടെ കുത്തിയിരിക്കുന്ന ചാപ്പ രക്ഷാപ്രവർത്തനം നടത്താൻ എന്റെ അടുത്ത് വേണ്ട. പാർലമെന്ററി കാര്യമന്ത്രി അല്ല സ്പീക്കർ, അദ്ദേഹം മുൻ സ്പീക്കറാണ്. അദ്ദേഹം കുറച്ചു ദിവസമായിട്ട് സ്പീക്കറാകാൻ ശ്രമിക്കുക. എം.ബി. രാജേഷ് സ്പീക്കറായിരുന്നപ്പോഴും അത്ര നല്ല ബന്ധമായിരുന്നില്ല വി.ഡി. സതീശനുമായി ഉണ്ടായിരുന്നത്. സഭയ്ക്ക് അകത്തും പുറത്തും പലതവണ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് കടുത്ത വിമർശനങ്ങൾ ഉയർത്തി. രാജേഷ് മന്ത്രിയായതോടെ പോര് പുതിയ തലങ്ങളിലേക്ക് കടന്നു. വാക്കൌട്ട് പ്രസംഗത്തിലും മറ്റും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വാർത്താ സമ്മേളനം വിളിച്ച് എം.ബി. രാജേഷ് മറുപടി പറയുന്നതും പതിവായി. സ്പീക്കറെ പ്രതിപക്ഷ നേതാവ് ഭീഷണിപ്പെടുത്തുന്നുവെന്ന ആരോപണം ഉന്നയിക്കുന്ന മന്ത്രിമാർ തന്നെ സ്പീക്കറോടുള്ള അതൃപ്തിയും മറച്ചുവെക്കാറില്ല. പ്രതിപക്ഷത്തോട് സ്പീക്കർക്ക് മൃദു സമീപനമെന്നാണ് മന്ത്രിമാരുടെ പരാതി. ഭരണപ്രതിപക്ഷ പോരിൽ സ്പീക്കർ സമ്മർദ്ദത്തിലാകുന്നതും സഭയിലെ നിത്യകാഴ്ചയായി. ചെയർ ആഗ്രഹിക്കുന്നത് വളരെ ഹെൽത്തി ഡിബേറ്റ്സും വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും ഈ സഭക്കകത്ത് അത്തരം രീതി ഉണ്ടാവാറില്ല. പരസ്പരം ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത്. പക്ഷെ ചില ഘട്ടങ്ങളിൽ അത്തരം ഉണ്ടാവാറില്ല. അത് ഭാവിയിലെങ്കിലും തിരുത്താനും നമ്മുടെ ഹൗസിന് അന്തസ്സ് ഉയർത്തത്തക്ക നിലയിൽ രണ്ടു പക്ഷവും പെരുമാറണമെന്ന് ഒരിക്കൽ കൂടി ചെയർ പറയാൻ അവർ ആഗ്രഹിക്കുകയാണ്. പാർലമെന്ററി കാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ നിയമസഭാ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. വി.വി. അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.